ജിഹാദികളെ നിശബ്ദമായി പിന്തുണയ്ക്കുന്നവരെ തുറന്നു കാട്ടിയതിന്റെ പേരിൽ പശ്ചിമബംഗാൾ പോലീസ് ശർമിഷ്ഠ പനോലിയെ അറസ്റ്റ് ചെയ്ത സംഭവം നമുക്കൊരു മുന്നറിയിപ്പാണ്. ശർമിഷ്ഠയെ തുറുങ്കിലടച്ചവർ നാളെ നമ്മുടെ പടിവാതിൽക്കലും എത്തും. മൗനം വെടിഞ്ഞ് ജിഹാദി ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ആഹ്വാനം ചെയ്ത കാസയുടെ കുറിപ്പ്. പാകിസ്ഥാനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഭാരതത്തിൽ ഒരു സംസ്ഥാനം ഒന്നടങ്കം രാജ്യദ്രോഹത്തിന് കൂട്ടുനിൽക്കുകയാണ്. പാകിസ്ഥാനെതിരെ വിമർശിച്ചത് മതനിന്ദയാണ് എന്ന് ആരോപിച്ച് പശ്ചിമബംഗാൾ പോലീസ് ശർമിഷ്ഠ പനോലിയെ അറസ്റ്റ് ചെയ്ത സംഭവം രാജ്യദ്രോഹത്തിന്റെ തുറന്ന വെളിപ്പെടുത്തൽ. പൂനെയിലെ നിയമ വിദ്യാർത്ഥിനിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമാണ് ശർമിഷ്ഠ. ഭാരതീയ ന്യായ സമിതിയുടെ സെക്ഷൻ 196, അതായത് മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷമോ ശത്രുതയോ വളർത്തൽ, 299 മനഃപൂർവ്വവും ദുരുദ്ദേശപരവുമായ പ്രവൃത്തി, മതവികാരങ്ങളെ പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ശർമിഷ്ഠയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കാസയുടെ കുറിപ്പ് വായിക്കാം. പ്രതികരിക്കാനുള്ള അവകാശം ചിലർക്ക് മാത്രമോ എന്ന ചോദ്യം ഉന്നയിച്ചാണ് കാസ കുറിപ്പ് തുടങ്ങുന്നത്. ആശയത്തെ ആശയം കൊണ്ടും എഴുത്തിനെ എഴുത്തുകൊണ്ടും വാക്കുകളെ വാക്കുകൾ കൊണ്ടും നേരിടുക. അതിന് കഴിയാതെ വരുമ്പോഴാണ് ആയുധം എടുക്കുന്നത്. അത് അധികാരമായാലും നിയമമായാലും. പെഹൽഗാമിൽ തുണിമാറ്റി മതം നോക്കി നിരപരാധികളായ മുസ്ലിങ്ങളെ നിഷ്കരണം കൊലപ്പെടുത്തിയ ഭീകരന്മാരെയും അവരെ അയച്ച പാകിസ്ഥാനെ വിമർശിച്ച് പോസ്റ്റിട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ നിയമ വിദ്യാർത്ഥിനി ശർമിഷ്ഠ പനോലിയെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ശർമിഷ്ഠയെ തുറുങ്കിലടിച്ചവർ നാളെ നമ്മുടെ പടിവാതിൽക്കലും എത്തും. നമ്മുടെ മൗനവും അനാസ്ഥയും അപകടകരമാണ്. ജിഹാദി ഭീകരതയ്ക്കെതിരെ ശബ്ദമുയരട്ടെ. ജിഹാദികളെ നിശബ്ദമായി പിന്തുണയ്ക്കുന്നവരെ തുറന്നു കാട്ടുക. ഇങ്ങനെയാണ് കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് താരങ്ങൾ നിശബ്ദത പാലിക്കുന്നു എന്നായിരുന്നു ശർമിഷ്ഠ തന്റെ വിവാദ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോയിൽ പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നു. വിവാദമായതോടെ വീഡിയോ നീക്കം ചെയ്യുകയും ശർമിഷ്ഠ മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ വീഡിയോ നീക്കം ചെയ്യുന്നതിന് മുൻപ് തന്നെ ശർമിഷ്ഠയ്ക്കെതിരെ കൊൽക്കത്ത പോലീസിന് പരാതി ലഭിച്ചു. വെള്ളിയാഴ്ച രാത്രി ശർമിഷ്ഠയെ ഗുരുഗ്രാമിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പൂനെ നിയമ സർവകലാശാലയിലെ നിയമ വിദ്യാർത്ഥിനിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമാണ് ശർമിഷ്ഠ. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന വീഡിയോകളാണ് ഇവരെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാക്കിയത്. പെഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പാകിസ്ഥാൻ യുവാവ് എത്തിയിരുന്നു. ഇതിനുള്ള മറുപടി 2025 മെയ് 14 ശർമിഷ്ഠ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഈ വീഡിയോയിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ ബോളിവുഡ് നടന്മാർ പാലിച്ച മൗനത്തെയും നിശിതമായി ശർമിഷ്ഠ വിമർശിച്ചിരുന്നു. ഇതാണ് വിവാദമായത്. തന്റെ പോസ്റ്റിന് കമന്റിട്ട പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ഉപയോക്താവിന് ശർമിഷ്ഠ നൽകിയ മറുപടിയാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. പിന്നാലെ ഒരു സമുദായത്തിന്റെ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നാരോപിച്ച് ഒരു കൂട്ടം ആളുകൾ രംഗത്തെത്തി. ഇതോടെ ശർമിഷ്ഠ ക്ഷമാപണം നടത്തുകയും വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കൊൽക്കത്ത പോലീസ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. മുസ്ലിം പ്രവാചകന്മാരെ അധിക്ഷേപിച്ചു എന്നതായിരുന്നു ശർമിഷ്ഠയ്ക്കെതിരായ മറ്റൊരു ആരോപണം. വീഡിയോ വൈറലായതോടെ ശർമിഷ്ഠയെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് നിരവധി ഹാഷ്ടാഗുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഒപ്പം വധഭീഷണി വേറെയും. ശർമിഷ്ഠയ്ക്കെതിരെ പരാതികളുടെ കൂമ്പാരമായിരുന്നു കൊൽക്കത്ത പോലീസിന് ലഭിച്ചത്. ശർമിഷ്ഠയ്ക്കും കുടുംബത്തിനും വക്കീൽ നോട്ടീസ് അയച്ചുവെങ്കിലും കൈപ്പറ്റാൻ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. നോട്ടീസുകൾ കൈപ്പറ്റാത്തതിനാലും മറുപടി ലഭിക്കാത്തതിനാലും കൊൽക്കത്തയിലെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. തുടർന്ന് അവർ അറസ്റ്റിലായി. കൂടുതൽ അന്വേഷണത്തിനും ഫോറൻസിക് പരിശോധനയ്ക്കുമായി പോലീസ് ശർമിഷ്ഠയുടെ ലാപ്ടോപ്പും ഫോണും പിടിച്ചെടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർപ്പസ്.